സിമൻറ്റ് നാണുവിൻ്റെ ദീപാരാധന നടക്കുന്നേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ പോയി. ഇവനിങ്ങനെ പല പല ഡ്രാമയ്ക്കനുസരിച്ചാണ് പാട്ട് നിൽക്കുന്നത്, ദീപാരാധന നടക്കുന്നത്, അങ്ങനെയൊക്കെ പല പല ഇതാണ്. അപ്പം ഇപ്പോഴാ പാതിരാത്രി അന്തിക്കണ്ണൻ ഉദിച്ചപ്പോഴാണ് ദീപാരാധന. ക്ലിയറായോ ഓക്കെ? അന്തിക്കണ്ണൻ ഉദിച്ചപ്പം ഇങ്ങനെ രാവിലെ തുടങ്ങിയതാണ് ഇന്ന്. ഇങ്ങനെ ശല്യം എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ശല്യമില്ല, കേട്ടില്ലയോ? തന്ത്രി ഇങ്ങനെ വലിയ തന്ത്രി മഹാകണ്ഠരിങ്ങനെ നടത്തുക ദീപാരാധന. എന്താ ഒരു ദീപാരാധന എന്നറിയോ? സിമൻറ്റ് നാണുവിന് ദീപാരാധന ഇല്ലേ അവിടെ ഇരിക്കത്തില്ലെന്ന്. രാപ്പകലങ്ങ് നടത്തലാ ഇതൊക്കെ. മനുഷ്യർക്ക് ഇതുപോലെ സൗണ്ട് പൊല്യൂഷൻ, ഇതുപോലെ ശല്യം വേറെ ഇല്ല കേട്ടോ. നമ്മളെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്നുള്ളത് ഇവന്മാരുടെ. ഇപ്പം എൻ്റെ നട്ടെല്ലയിലോട്ടാണ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നട്ടെല്ലയിലോട്ട് ഇങ്ങനെ ലേസറും പിന്നെ അതും ഇതൊക്കെ അടിക്കുക ജോലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടെല്ല് ഇതാക്കണം, പിന്നെ തലച്ചോറ് ശരിയാക്കണം, ഇവന്മാരുടെ ഉദ്ദേശങ്ങളാണ്. പിന്നെ പൊള്ളിക്കുക, പിന്നെ കണ്ടില്ലേ പുകയിടുന്നത്. ദൂരെ പുകയിട്ടാലും നമ്മുടെ മുഖത്തോട്ടാണ് പുകയെല്ലാം കൂടെ അടിക്കുന്നുള്ളത്. ദൂരെ പുകയിടുക എന്നും പുകയിടിയില്ല ഇവിടെ കുറേ ക്രിമിനൽസിന്. നമുക്കെതിരെ എനിക്കെതിരെ ഉണ്ട് കുറേ അവളുമാർ ഇങ്ങനെ നടക്കുക. ഒരു ജോലിയിലൊരു വേലയില്ല. കുറേ 10th ക്ലാസ് പോലും പാസ്സാവാത്തകളോ അവളുമാരിങ്ങനെ കയറി. അവന്മാരും ഇങ്ങനെ അങ്ങ് വലിയ ഏതാണ്ടൊക്കെ വലിയ ഉദ്യോഗസ്ഥരായില്ലല്ലോ. അവിടെ ജോളിമോടെ കൂട്ടാണ്. ജോളി ഇങ്ങനെ ടാഗും ഒക്കെ ഇട്ട് തൂങ്ങി പോയതുപോലെ ഇവിടുത്തെ കുറേ അവളുമാരും ഒക്കെ നടക്കുന്നത്. ഇൻഡസ് മോട്ടോഴ്സിൽ ജോലി, അഹല്യയെ ജോലി, മറ്റേടത്ത് ജോലി, മറിച്ചെടുത്ത് ജോലി, എന്തുവാണെന്നും നമുക്കറിയത്തില്ല. നിങ്ങൾ അന്വേഷിക്കണം. പ്രീതായസ് പണിക്കറെന്ന് പറയുന്നവളിപ്പം ചാലക്കുടിയിലും കണ്ട. അവൾക്ക് എന്തുവാ ജോലി എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. പിന്നെ ഇവിടെ ഒരു മോഹൻ സിംഗ് എന്ന് പറയുന്നവനുണ്ട്. അവൻ ഇൻഡസ് മോട്ടോഴ്സിൽ ഏതാണ്ടാന്നാണ് പറയുന്നത്. എന്താണെന്ന് നമുക്കറിയത്തില്ല, അന്വേഷിച്ചാൽ മതി. PR വലിയ മാനേജറാന്നാണ് പറയുന്നത്. അവൻ എന്തോ മാനേജറാന്നാ. 10th ക്ലാസ് ജയിച്ചോന്ന് അറിയത്തില്ല. 10th ക്ലാസ് ജയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ മാനേജറാന്നാണ് പറയുന്നത്. ഇൻഡസ് മോട്ടോഴ്സിലെ കായംകുളം. എൻ്റെ പോക്കൊക്കെ കാണണം. വലിയ കുറേ എന്തൊക്കെയോ കമൻറ്റ് മലയാളത്തിൽ എഴുതിയപ്പോൾ ആരാണ്ടൊക്കെ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്ത്. അപ്പോൾ അതങ്ങോട്ട് എഴുതി ഇടുന്നുണ്ട് അവൻ്റെ ഇതിനകത്തോട്ട്, ഫെഡറേറ്റിൻ്റെ. നിനക്ക് ഇതൊക്കെ ജോലി. എന്നെ 500 മീറ്ററിൽ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴത്തേനും 2 പ്രാവശ്യം അവൻ കാറുമായിട്ട് നമ്മളെ ഇടിക്കാൻ വന്നത്. എൻ്റെ കയ്യിൽ തെളിവ് സഹിതം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല പല രീതിയിൽ നമ്മളെ ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മളെ അപായപ്പെടുത്താനായിട്ട് കുറേ എണ്ണം ഇവിടെ ഇങ്ങനെ നടപ്പുണ്ട്. ആൾക്കാർ പറഞ്ഞതാണ് ഇതുവാ നാഷണൽ പെർമിറ്റ് ഇത് ലോറി കൊണ്ട് തന്നെ ഇടിച്ചു കൊല്ലുമെന്ന്. നാഷണൽ പെർമിറ്റ് അങ്ങനെ പല പല നാഷണൽ പെർമിറ്റ് ലോറി കൊണ്ട് ഇടിക്കും, പിന്നെ കായലിൽ കെട്ടിത്താക്കുമെന്ന്. അങ്ങോട്ടെങ്കിലും പോവല്ലേന്ന് ഒരാൾ, അതെൻ്റെ സീനിയറാണ് പറഞ്ഞത്, ചന്ദ്രമോഹൻ ദാസ് എന്ന് പറയുന്ന ഒരാൾ. കുറേ പേർക്കൊക്കെ അറിയാം. പിന്നെ അയാൾ എപ്പോഴും പറയുമായിരുന്നു ഓരോരോ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ചെല്ലുമ്പോൾ നീ ദൈവാധീനമുള്ളവളാന്ന് പറയുമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇങ്ങനെ നടക്കുക നമ്മളെ ഇതാക്കാനായിട്ട്. കേട്ടോ?